ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് പാർട്ടാണ്. ഞാൻ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിന്റെ റെജീം ചേഞ്ചിന്റെ പുറകിൽ US-ന് എന്തെങ്കിലും ഗൂഢ ലക്ഷ്യമുണ്ടോ? ഈസ് US ഹാവിംഗ് എനി ഹിഡൻ അജണ്ട? നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഹസീന, ദിസ് വാസ് എ റെജീം ചേഞ്ച്, സീക്രട്സ് റിവീൽഡ്. ഗൂഢ ലക്ഷ്യങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. US-ന് ഈ റെജീം ചേഞ്ചിന് പുറകിൽ ചില ഉദ്ദേശങ്ങൾ ഉണ്ടാവാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ സ്റ്റോറി. ഓക്കെ, അപ്പൊ കുറച്ച് നാൾ മുമ്പ് ഷെയ്ഖ് ഹസീന ഒരു പ്രസ്താവന ഇറക്കുന്നു. ഫോറിൻ നേഷൻ വാണ്ട്സ് എയർ ബേസ് ഇൻ ബംഗ്ലാദേശ് ടു കാർവ് ഔട്ട് എ ക്രിസ്ത്യൻ സ്റ്റേറ്റ്. ഹസീന പറയാണ്, ബംഗ്ലാദേശിനകത്ത് ഏതോ ഒരു രാജ്യത്തിന് ഒരു എയർ ബേസ് വേണം. അവരുടെ ഉദ്ദേശം ഇവിടെ ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കണം. ഇത് ഏത് രാജ്യമാണെന്ന് അന്ന് ഹസീന പറഞ്ഞിരുന്നില്ല. ജസ്റ്റ് ഒരു വൈറ്റ് നേഷൻ ആണെന്ന് മാത്രമേ പറഞ്ഞിരുന്നു. രണ്ടാമത് ഹസീന പറയുന്നു, ഹസീന അല്ല, ഒരു ഒപ്പീനിയന്റെ എഡിറ്റോറിയൽ നമ്മൾ കാണുന്നതാണ്, ഫേമസ് ആണത്. CIA planning to carve out a Christian nation of Chinkuki Zo from Northeast India, Myanmar and Bangladesh. അപ്പൊ ഇന്ത്യയും മയന്മാറിനെയും ബംഗ്ലാദേശിന്റെയും ഭാഗങ്ങൾ മുറിച്ചുകൊണ്ട് ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാൻ അമേരിക്കൻ ചാര സംഘടനയായ CIA ശ്രമിക്കുന്നു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളോട് നിങ്ങളൊന്ന് കൂട്ടി ആലോചിച്ച് ചിന്തിക്കുക. ഹസീന പറയുന്നു, ഒരു ഫോറിൻ വൈറ്റ് രാജ്യത്തിന് എന്റെ രാജ്യത്തിനകത്ത് ഒരു എയർബേസ് വേണം. അവരുടെ ഉദ്ദേശം ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാനാണ്. പിന്നെ CIA ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും നോർത്ത് ഈസ്റ്റിനെയും, ഇന്ത്യയും ബംഗ്ലാദേശിനെയും മിയാൻമാറിനെയും മുറിച്ച് ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഒരു കോൺസ്പിറസി തിയറി നമുക്ക് കാണാം. പക്ഷെ നമ്മൾ ഇതിന്റെ മെറിറ്റ്സ് ആണ് പരിശോധിക്കാൻ പോകുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും കാരണമുണ്ടോ, ലോജിക് ഉണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തരാൻ I will try. ഓക്കെ, ഇനി ഈ പറയപ്പെടുന്ന എയർബേസ് എവിടാണ് അമേരിക്ക ഈ എയർബേസ് ആഗ്രഹിക്കുന്നത്? ഇതുവരെ ഷെയ്ഖ് ഹസീന പേര് പറഞ്ഞിട്ടില്ല. ഫോർ നമ്മുടെ കൺവീനിയൻസ് നമ്മൾ പറയുന്നു, അമേരിക്കക്ക് ഈ എയർബേസ് ആഗ്രഹിക്കുന്ന ഈ ഒരു പൊസിഷനിലാണ്. നമുക്ക് കാണാം ബംഗ്ലാദേശിന്റെ എൻഡിൽ. ഇവിടെ നിങ്ങൾക്ക് കാണാം സൈഡിൽ ആരെ വാച്ച് ചെയ്യാൻ പറ്റും? മിയാൻമാറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. മോളില് ബംഗ്ലാദേശിനെ കൺട്രോൾ ചെയ്യാം. ഇതിന്റെ മുകളിൽ ആരിരിപ്പുണ്ട്? ചൈനയുണ്ട്. ചൈനയെയും ഒന്ന് വീക്ഷിക്കാൻ പറ്റും. ചൈനയുടെ അടുത്തൊരു എയർബേസ് ഉണ്ടാവും ആർക്ക്? USA. ഇങ്ങനൊരു ആഗ്രഹം US-ന് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഇനി ഇതിന്റെ ലൊക്കേഷൻ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ദിസ് ഇസ് സെയിന്റ് മാർട്ടിൻ ഐലൻഡ് അടിയിൽ. ഓക്കെ, നിങ്ങൾക്കറിയാം നമ്മൾ ഈസ്റ്റിലേക്ക് പോയാൽ മിയാൻമാർ ആണ്, നോർത്തിൽ ആരാണ്? ഇറ്റ് ഇസ് ബംഗ്ലാദേശ്. നോർത്ത് വെസ്റ്റിലേക്ക് പോയാൽ ഇന്ത്യ. ഇനി നോർത്തിലേക്ക് കുറച്ചുകൂടെ മുകളിൽ പോയാൽ ആരാണ്? ചൈനയാണ്. അപ്പൊ അവർക്ക് ഇവിടെ ഒരു എയർബേസ് കിട്ടിക്കഴിഞ്ഞാൽ, US-ന് ഇവിടെ ഒരു എയർബേസ് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി വെരി ബെനിഫിഷ്യൽ ഫോർ ദം. ഓക്കെ, ഇതാണ് അവർ ആഗ്രഹിക്കുന്നത്, ഒരു സെയിന്റ് മാർട്ടിൻ ഐലൻഡ്. US കൊടിയൊക്കെ പാറിച്ച് അവിടെ എയർബേസ് സ്ഥാപിക്കാനാണ് നമ്മുടെ USA ആഗ്രഹിക്കുന്നത്. ഇനി ക്രിസ്ത്യൻ നേഷൻ എന്ന് ഞാൻ പറഞ്ഞു. ഈ നേഷന് പലപ്പോഴും പല പേരുകളും പലരും കൊടുക്കുന്നു. കുക്കി ചിന്നാഗ ട്രൈബുകളായിരിക്കും ഇവിടെ കൂടുതൽ. കുക്കി ജിൻ സോമി ട്രൈബ്സ് ഉള്ള ഒരു ക്രിസ്ത്യൻ യൂണിറ്റ്. അപ്പൊ ഇതിനകത്ത് ആ മാപ്പ് നിങ്ങൾക്ക് കാണാം. മിയാൻമാറിൽ നിന്ന് കുറെ സ്ഥലം പോവും, നമ്മുടെ നാഗാലാൻഡ്, മണിപ്പൂർ ഈ ഭാഗങ്ങളിൽ നിന്ന് കുറച്ച് ഭാഗം പോവും, മിസോറാമിന്റെ കുറെ ഭാഗം പോവും, പിന്നെ ബംഗ്ലാദേശിന്റെ കുറെ ഭാഗം പോവും. ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു കുരിശ് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ നിന്ന് കുറച്ച് ഭാഗം അവർക്ക് വേണം, ബംഗ്ലാദേശിന്റെ കുറച്ച് ഭാഗം അവർക്ക് വേണം, പിന്നെ മ്യാൻമാറിന്റെ കുറച്ച് ഭാഗം അവർക്ക് വേണം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ മെറിറ്റ്സ് പരിശോധിക്കാം. അപ്പൊ ഞാൻ അഗൈൻ നിങ്ങളെ കാണിക്കുന്നത് എന്താ, US ഇതുപോലെ ഏതെങ്കിലും ഒരു ഐലൻഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ മിലിറ്ററി കൺട്രോളിൽ? നമുക്ക് എക്സാമ്പിൾ ഉണ്ട്, ഈസ്റ്റ് ടിമോർ. ഇതൊരു ക്രിസ്ത്യൻ ഐലൻഡ് ആണ്. ഇതിന്റെ ചുറ്റും കിടക്കുന്നതെല്ലാം മുസ്ലിം നേഷൻസ് ആണ്. ബ്രൂണൈ ആണെങ്കിലും മലേഷ്യ ആണെങ്കിലും ഇന്തോനേഷ്യ ആണ്. പക്ഷെ ഇവിടെ ഒരു കൺട്രോൾ ആർക്കുണ്ട്? USA-ക്ക് ഉണ്ട്. അപ്പൊ US ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഇസ് ട്രൈങ് ടു റിപ്പീറ്റ് ഇറ്റ്സെൽഫ്. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, USA-ക്ക് എന്ത് വേണമെന്ന് വെക്കുക? സോഗം എന്ന് പറഞ്ഞ ഒരു രാജ്യം ഉണ്ടാക്കണം. 3 രാജ്യത്തിൽ നിന്നും സ്ഥലം വേണം. ഇനി നിങ്ങൾ ഈ ഒരു ക്രോണോളജി നോക്കുക. മിയാൻമാറിൽ ഇപ്പൊ എന്താ നടക്കുന്നത്? മിയാൻമാറിൽ മിലിറ്ററിയും അവിടുത്തെ ട്രൈബൽസുമായിട്ട് ഫൈറ്റ് നടക്കുകയാണ്. മിയാൻമാർ ജുണ്ടയെ സപ്പോർട്ട് ചെയ്യുന്നത് ചൈന. ഓപ്പോസിറ്റ് ഉള്ള ഈ ട്രൈബൽസിനെ ആരാ അഡ്വാൻസ്ഡ് വെപ്പൺ ഒക്കെ കൊടുക്കുന്നത്? USA. അപ്പൊ USA-ക്ക് മ്യാൻമാർ കൺട്രോൾ ചെയ്യാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം ഷെയ്ഖ് ഹസീന ഇവിടെ വെട്ടി, US അനുകൂല സർക്കാർ ഇനി ഇവിടെ വരും. പാകിസ്ഥാൻ അനുകൂല സർക്കാർ ഈസ് ഈക്വൽ ടു US അനുകൂല സർക്കാർ.
അപ്പൊ ഈ മ്യാൻമാറിൽ USA ഗ്രിപ്പ് മുറുക്കാൻ ശ്രമിക്കുന്നു, ബംഗ്ലാദേശിൽ ഗ്രിപ്പ് മുറുക്കാൻ ശ്രമിക്കുന്നു. പിന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റിലും ഇപ്പൊ പ്രശ്നമല്ലേ സ്റ്റുഡൻസ് മണിപ്പൂരിൽ? അപ്പൊ ചിലര് വാദിക്കുന്നു ഇതിന്റെ പുറകിൽ CIA ഉണ്ടാവാം, CIA അവിടുത്തെ ട്രൈബൽസിനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ടാവാം. എന്റെ ഒരു അനാലിസിസിൽ ഞാൻ പറയുന്നത് മണിപ്പൂരിൽ ശരിക്കും ട്രൈബൽ ടെൻഷൻസ് ഉണ്ട് ബിറ്റ്വീൻ മേത്തി ആൻഡ് കുക്കി, അതില്ലെന്ന് പറയുന്നില്ല. പിന്നെ അവിടെ ഉള്ള സർക്കാരിന്റെ ഭാഗത്ത് ചില തെറ്റുകളുണ്ട്, അവർ ചില സൈഡിലേക്ക് മാത്രം ചായുന്നുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ അവിടെ നടക്കുന്ന ഈ കാര്യത്തിൽ പുറത്തുനിന്ന് ചിന്തിച്ചാൽ മേ ബി ദർ ഇസ് ആൻ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ്. നമ്മൾ US-ന്റെ ഒരു ആംഗിൾ ചിന്തിച്ചു നോക്കിയേ. മ്യാൻമാർ ഒരു മിലിറ്ററി റെജീം, അതിനെ ഓവർത്രോ ചെയ്ത് US-ന്റെ കീഴിലുള്ള ഒരു പപ്പറ്റ് ഡെമോക്രസി ഉണ്ടാകും. നമ്മുടെ ബംഗ്ലാദേശിൽ ഹസീന പോയി, ഇനി പാകിസ്ഥാൻ കൺട്രോൾഡ് ആയിരിക്കും, അപ്പൊ US കൺട്രോൾ അവിടെ വരും. ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റിൽ നിന്നും ഒരു വിഭാഗീയത സൃഷ്ടിച്ച് ഇവിടെയും ഒരു സെഷനിസം സൃഷ്ടിച്ച് ഇവിടെയും നിന്നും ഒരു പാർട്ട് കട്ട് ചെയ്യുക. അപ്പം അവൻ ആഗ്രഹിച്ച പോലെ ഒരു ക്രിസ്ത്യൻ കൺട്രി ഇതിന്റെ നടുക്ക്. ഓക്കെ, ഇത് കോൺസ്പിറസി ആയിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് തിങ്ക് ചെയ്യാം, ലോജിക്കലായിട്ട് കണക്ട് ചെയ്യുന്നവർക്ക് കണക്ട് ചെയ്യാം. ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് നിങ്ങളെ അറിയിക്കുന്നു എന്നുമാണ്. ഓക്കെ, ഇനി ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊരു ലാർജർ ജിയോ പൊളിറ്റിക്കൽ ഗെയിമിന്റെ ഭാഗമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇന്ത്യയെ ചുറ്റാൻ ചൈന എടുക്കുന്ന ഒരു മാന്യൂവർ ആണ് സ്ട്രിങ് ഓഫ് പേൾസ്. അതായത് ഇന്ത്യയുടെ ചുറ്റും മിലിറ്ററി ബേസുകൾ പണിയുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ ചുറ്റുകളും ചൈനീസ് ഡെവലപ്ഡ് പോർട്ടുകൾ പണിയുക. അപ്പൊ ഇൻഡോ പസഫിക്കിലൊക്കെ ഒരു ബാറ്റിൽ നടക്കുകയാണ് ഫോർ നേവൽ സുപ്രീമസി. പസഫിക്കിലും ഉണ്ട്, ഇന്ത്യൻ ഓഷനിലും ഉണ്ട്. അപ്പം ചൈനയുടെ സ്ട്രിങ് ഓഫ് പേൾസ് ഉണ്ട്, അവൻ ഈസ്റ്റ് ചൈന സീയിൽ വളരെ ആക്റ്റീവാണ്. അപ്പൊ ചൈനക്കെതിരെ US-ന്റെ ഒരു സ്ട്രിങ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഐലൻഡ് ചെയിൻ. ഫസ്റ്റ് ഐലൻഡ് ചെയിൻ ആൻഡ് സെക്കൻഡ് ഐലൻഡ് ചെയിൻ. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ തൈവാൻ പിടിച്ചു കൂടി ഫിലിപ്പൈൻസ്, മലേഷ്യ വഴി ഇവിടെ ആരുടെ പ്രസൻസ് ഉണ്ട് സ്റ്റുഡൻസ്? USA-യുടെ പ്രസൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുക, സെക്കൻഡ് ഐലൻഡ് ചെയിൻ. ഇവിടെ ഫസ്റ്റ് ഐലൻഡ് ചെയിൻ, സെക്കൻഡ് ഐലൻഡ് ചെയിൻ. ഇവിടെ ആരാ സ്ട്രോങ്? USA സ്ട്രോങ് ആവാൻ നോക്കുകയാണ് അഗെയിൻസ്റ്റ് ചൈന. അപ്പൊ ഇതിന്റെ ഒരു ഭാഗമാവും ആര്? ഇവിടെ ഒരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയും ഒരു ബേസ് വേണം അവർക്ക്. സെന്റ് മാർട്ടിനിലും അവർക്കൊരു ബേസ് വേണം. ഇവിടെ ഗുവാം എന്ന് പറഞ്ഞ മിലിറ്ററി ബേസ് ഉണ്ട്. ആർക്ക്? നമ്മുടെ USA-ക്ക്. ഇത് ലോകം മൊത്തം USA ചെയ്യുന്ന കാര്യം. നിങ്ങൾ നോക്കി, USA-യുടെ ബേസുകളെല്ലാം നോക്കി. ഇന്ത്യൻ ഓഷനിൽ അവന് ബേസ് ഉണ്ട്, പസഫിക്കിൽ അവന് ബേസ് ഉണ്ട്, എല്ലായിടത്തും ലോകത്ത് പലയിടത്തും ബേസ് ഉണ്ട്. പക്ഷെ USA-യുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ അറിയോ? USA-യുടെ ഈ ചൈനയുടെ അടുത്തുള്ള ബേസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷനിലെ അടുത്ത് കിടക്കുന്ന ബേസ് ഇതാ. ഇതിന്റെ പേരെന്താ? ഡിയോഗോ ഗാർസിയ. പക്ഷെ ഇത്രയും ദൂരമുണ്ട് ചൈനയിൽ നിന്ന്. അതേസമയം അവന് ഇവിടെ ഒരു ബേസ് കിട്ടിയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. ചൈനയുടെ അടുത്താണ് ഈ ബേസ്, തൊട്ടടുത്ത് സെയിന്റ് മാർട്ടിൻ ഐലൻഡ്. ചൈനയെ വാച്ച് ചെയ്യാം, ഇന്ത്യയെ വാച്ച് ചെയ്യാം, മ്യാൻമാറിനെ വാച്ച് ചെയ്യാം, ബംഗ്ലാദേശിനെ വാച്ച് ചെയ്യാം. ഇവിടെ ഈസ്റ്റ് ചൈന സീൽ വേണമെങ്കിൽ പോയി ചൈനയെ വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ബേസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു ബേസ് അവിടെ വന്നാൽ നിങ്ങൾ ഞെട്ടിയൊന്നും വേണ്ട, ഇറ്റ് ഇസ് എ പോസിബിലിറ്റി. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണ് US-ന്റെ നിഗൂഢമായ ഒരു ലക്ഷ്യം. നിങ്ങൾക്ക് ഇവിടെ കാണാം പല സ്ഥലങ്ങളിലും. ഇതൊരു ജിയോ പൊളിറ്റിക്കൽ ചെസ് ബോർഡാണ്. ഇന്ത്യക്കും ഇതുപോലെ പല ബേസ് ഉണ്ട്. US-ലും ഡിജിബോട്ടിയിലും നമ്മൾ അസംഷനിലും റിയൂണിയൻ ഐലൻഡിലും ഒക്കെ നമ്മൾ പ്രസൻസ് ഉണ്ടാക്കാൻ നോക്കുന്നു. റിയൂണിയൻ ഐലൻഡിൽ മേജറിൽ ആരാ ഉള്ളത്? റിയൂണിയൻ ഐലൻഡിലുള്ളത് നമ്മളല്ല, എനിക്ക് മാറിപ്പോയതാണ്, ഫ്രാൻസ് ആണ്. അപ്പൊ ഇന്ത്യൻ ഓഷനിൽ ഫ്രാൻസും ഉണ്ട്, അമേരിക്കയുണ്ട്, ഇന്ത്യയുണ്ട്, ചൈനയുണ്ട്. അപ്പൊ ദിസ് ഇസ് എ ഗെയിം ഫോർ നേവൽ സുപ്രീമസി. അപ്പൊ അതിന്റെ ഒരു അഡീഷൻ ആയിട്ട് നമ്മൾ കണ്ടാൽ മതി ഈ സെയിന്റ് മാർട്ടിൻ ഐലൻഡിനോടുള്ള US-ന്റെ സ്നേഹം. ഓക്കെ, ഇത് വേൾഡിൽ മൊത്തം നിങ്ങൾക്ക് പിന്നീട് PPT-യിൽ നോക്കാവുന്നതാണ് ആർക്കൊക്കെ എവിടെ ബേസ് ഉള്ളത്. അപ്പൊ ഇത് കണ്ടില്ലേ, US-ന്റെ മിലിറ്ററി പ്രസൻസ് ആണ് ലോകം മൊത്തം. സീ ദിസ്, ഇത് അവര് കൂട്ടാൻ ശ്രമിക്കുകയാണ്. ഇതുപോലൊരു പ്രസൻസ് ആരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്? ചില ഭാഗങ്ങളിൽ മാത്രം ചൈനയുണ്ട്. ഓക്കെ, ചൈനയുടെ പോളിസിയാണ് സ്ട്രിങ് ഓഫ് പേൾസ് എന്ന് പറയുന്നത്. US-ന് പല പല പോളിസികളുണ്ട്. US ഇവിടെ എന്താ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സ്റ്റുഡൻസ്? ഇവിടെ ഒരു കോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇന്ത്യൻ ഓഷൻ റീജിയനിൽ. പിന്നെ ഇവിടെ ഒരു ഓക്കസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയ, UK, US ഓക്കസ് ഉണ്ട്, കോഡ് ഉണ്ട്, നാറ്റോ ഉണ്ട്. US ഇങ്ങനെ മിലിറ്ററി ഫെസിലിറ്റികളും നേവൽ ഫെസിലിറ്റികളും സ്ട്രാറ്റജികളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിന്റെ ഒരു ഭാഗമാണ് അവർക്ക് സെയിന്റ് മാർട്ടിൻ ഐലൻഡിനോടുള്ള സ്നേഹം. ഓക്കെ,
ഇനിയും ഇത്രയും നാള് നമ്മൾ ഈ ഡിസ്കഷൻ തുടങ്ങിയപ്പോൾ പറഞ്ഞത് ഷെയ്ഖ് ഹസീന എന്താ പറഞ്ഞേ, ഏതോ ഒരു വൈറ്റ് രാജ്യം എന്റെ രാജ്യത്ത് ഒരു ബേസ് ചോദിക്കുന്നു, എന്നെ പുറത്താക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പൊ ഷെയ്ഖ് ഹസീന വ്യക്തമായിട്ട് പറഞ്ഞു ആ രാജ്യം ആരാ, US ആണ് എന്നെ പുറത്താക്കിയെന്ന് ഷെയ്ഖ് ഹസീന ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ഷെയ്ഖ് ഹസീന പറയുന്നത്, ഞാൻ എന്റെ രാജ്യത്തിന്റെ സോവർണിറ്റി US സറണ്ടർ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇപ്പോഴും ഭരിക്കായിരുന്നു, പക്ഷെ ഞാനത് ചെയ്യാത്തത് കൊണ്ട് US എന്നെ അട്ടിമറിച്ചു. ഇവിടെ പിന്നെയുണ്ട് സിംപ്ലി ഫോൾസ്. US ഇത് കേട്ടപ്പോൾ തന്നെ എന്താ പറഞ്ഞത്, ഇത് വെറുതെ പറയുന്നതാണ്, എനിക്കൊരു റോളും ഇല്ലെന്നാണ് US പറയുന്നത്. US says no involvement in ousting ഷെയ്ഖ് ഹസീന. ഇതൊരു പോപ്പുലർ മൂവ്മെന്റ് ആണ്, ഇതിൽ US ഒരു റോളും ഇല്ല. പക്ഷെ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട തെളിവുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ പാർട്ടി കണ്ട തെളിവുകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ US ഇതിനകത്ത് റോൾ ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് പോലെ ഇറ്റ് ഈസ് അപ് ടു യു. എന്റെ ജോലി എന്താണ്, വാദങ്ങളും തെളിവുകളും നിങ്ങളെ നിരത്തുക, കാണിച്ചു. യു ക്യാൻ മേക്ക് യുവർ അല്ലെങ്കിൽ മേക്ക് യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, US പറഞ്ഞതാണ് ഇറ്റ് ഇസ് ചോയ്സ് ഓഫ് ബംഗ്ലാദേശി പീപ്പിൾ. US ഡിനൈസ് ഇൻവോൾവ്മെന്റ് ഇൻ ഫാൾ ഓഫ് ഷെയ്ഖ് ഹസീന. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം, എന്തിന് ഡൊണാൾഡ് ലൂ അവിടെ പോയി, എന്തിന് US അംബാസിഡർ ഡൊണാൾഡ് ലൂവുമായിട്ടുള്ള തർക്കം കാരണം അവിടുന്ന് റിസൈൻ ചെയ്തു, എന്തിന് ഉടനെ തന്നെ ഷെയ്ഖ് ഹസീനയുടെ വിസ ബാൻ ചെയ്തു, എന്തുകൊണ്ട് അവർക്ക് എവിടെങ്കിലും അസൈലം കൊടുക്കാനുള്ള ഒരു ഫെസിലിറ്റി US ഡിനൈ ചെയ്യുന്നു. ഇതെല്ലാം കണക്ട് ചെയ്താൽ പിന്നെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റൂ, US റോൾ ഉണ്ടെന്നേ കാണാൻ പറ്റൂ. ബട്ട് അഗെയിൻ ഇറ്റ് ഇസ് അപ് ടു യു. ഓക്കെ, പിന്നെ US പറയുന്നുണ്ട് ഞങ്ങള് ബംഗ്ലാദേശിന്റെ സിറ്റുവേഷൻ ഒക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഇപ്പോ കറന്റ്ലി കാര്യങ്ങൾ നിൽക്കുന്നത്. ഇനിയും നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് പാർട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഈ കാര്യങ്ങളിൽ എവിടെങ്കിലും ഇന്ത്യക്ക് USA ഒരു വാണിംഗ് ഉണ്ടോ, ഈസ് USA വാണിംഗ് ഇന്ത്യ? അത് ഇത്തിരിയൂടെ ക്രിട്ടിക്കൽ ആയിട്ട് ചിന്തിച്ചാൽ മോദി ഗവൺമെന്റിനെ അല്ലെങ്കിൽ മോദിയെ പുറത്താക്കാൻ US ആഗ്രഹിക്കുന്നുണ്ടോ, ശ്രമിക്കുന്നുണ്ടോ? അതായിരിക്കും നെക്സ്റ്റ് പാർട്ട്. താങ്ക് യു.